ഇപ്പോൾ അവിടെ കുറച്ച് അധികം പൈസ അല്ലെങ്കിൽ ധനമോഹം കൊണ്ട് അങ്ങനെ എന്തും ചെയ്യുക എന്നുള്ളത് അത് പാടില്ല. തനിക്ക് അർഹതപ്പെട്ടത് തന്നിലേക്ക് വന്നുകൊള്ളും വരേണ്ട സമയത്ത് എന്ന ബോധ്യത്തിൽ ആണ് ശ്രീരാമചന്ദ്ര സ്വാമിയുടെ ഓരോ പ്രവർത്തനങ്ങളും. അപ്പോൾ ഇത് ഒരു മനുഷ്യന് വേണ്ട സകല കാര്യങ്ങളെയും ചുരുക്കി ക്യാപ്സ്യൂളാക്കിയിട്ട് എന്നൊക്കെ ഇന്നത്തെ പുതിയ ഭാഷയിൽ പറയുന്ന പോലെ അങ്ങനെ അതിൻ്റെ എസൻസ് മാത്രം എടുത്ത് തന്ന ഒരു ചരിത്രം കൂടിയാണ് രാമചന്ദ്ര സ്വാമിയുടെ. അപ്പോൾ അത് ഈ പറഞ്ഞതുപോലെ ഇവിടെ കുറേ കാലമായിട്ട് ഈ പറഞ്ഞ ഇവിടെ നിന്നല്ല ഉപസഭകളിലെല്ലാം അത് വളരെ ഒരു ശ്ലാഘനീയമായ കാര്യമാണ്. ഇതുപോലുള്ള പുരാണങ്ങളെ പുതിയ ജനറേഷൻ ഇപ്പോൾ പറഞ്ഞ് നമ്മൾ വയസ്സായ ആളുകൾ മാത്രമല്ല അവരെയാണ് കൂടുതൽ ഇതിലേക്ക് കൊണ്ടുപോകേണ്ടത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പണിയില്ല, ഞങ്ങൾ മാത്രം അങ്ങനെയല്ല, ഒരിക്കലുമല്ല. ചെറിയ കുട്ടികൾ ഈ ചൊട്ടയിലെ ശീലം ചുടല പറയുന്നൊക്കെ പറഞ്ഞ ചെറിയ കുട്ടികളിൽ നിന്നാണ് അവർ ഇതുപോലുള്ള ചരിത്രങ്ങൾ സംഭവങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് പകർത്തുമ്പോഴാണ് ഇന്നത്തെ സമൂഹം മുഴുവൻ, അതാണ് വ്യക്തി, കുടുംബം, സമൂഹം, രാഷ്ട്രം എന്നുള്ള സങ്കല്പം. അപ്പോൾ വ്യക്തിയിൽ നിന്ന് തന്നെ വേണം ഇതുപോലുള്ള കാര്യങ്ങൾ പഠിച്ചു വരുവാൻ. അങ്ങനെ പഠിച്ചു വന്നു കഴിഞ്ഞാലാണ് ആ സമൂഹത്തിനും രാഷ്ട്രത്തിനും മുഴുവൻ വേണ്ട ആളായിട്ട് ആള് മാറുള്ളൂ, ആണായാലും പെണ്ണായാലും ഈ പറഞ്ഞ പോലെ. അതാണ് വേണ്ടത് മനുഷ്യജന്മം കിട്ടിയാൽ പ്രത്യേകിച്ചും എന്ന് നമ്മളിലേക്ക് ഇറങ്ങി വന്നു മനുഷ്യനായി ഒന്ന് അവതരിച്ച് കാണിച്ചു തന്ന ഒരു ചരിത്രം കൂടിയാണ് രാമായണം. ഇവിടെ പറഞ്ഞതുപോലെ ഇവിടെ അംഗങ്ങളുടെ സംഖ്യ കുറവ് അതൊന്നും വിചാരിക്കാനില്ല, ഒരാളെ ഉള്ളെങ്കിലും ഈ പറഞ്ഞതുപോലെ ആ ആള് ഇത് പറഞ്ഞു കൊടുക്കുകയോ അനുഷ്ഠിക്കുകയോ ചെയ്യുമ്പോൾ വേറെ രണ്ടാള് പിന്നെ അത് 20 ആളായി അങ്ങനെയാണത് വളർന്നു വരുന്നത്. അപ്പോൾ അത് തുടക്കത്തിൽ അല്ലെങ്കിൽ ചില ഈ സാങ്കേതികമായ ബുദ്ധിമുട്ടുകൾ കാരണം പലരും വന്നില്ല. അതിപ്പോൾ അവരൊക്കെ ഇതിന് എതിർപ്പാണെങ്കിൽ വിമർശനം ഒന്നും ധരിക്കുക വേണ്ട. അവരൊക്കെ ഈ പറഞ്ഞതുപോലെ ചില ഈ ഒഴിവില്ലാത്തത് കൊണ്ട് വരാണ്ടിരുന്നു മാത്രം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ നമുക്ക് പറഞ്ഞിരിക്കുന്ന ധർമ്മങ്ങൾ ഇതുമാണ്. അത് ഇതുപോലുള്ള അവസരങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും അത് അനുഷ്ഠിച്ച് കാണിച്ചു കൊടുക്കുക. അപ്പോൾ അത് ഈ അടുത്ത തവണയാകുമ്പോൾ ചെറിയ കുട്ടികൾ കഴിഞ്ഞ കൊല്ലം ഇങ്ങനെ ക്രമത്തിൽ ഇങ്ങനെ രാമായണത്തെ പറ്റി ഒരു മധുവട്ടം പറഞ്ഞ പോലെ സമീക്ഷ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിൽ പറയാം, അതിന് ഒരു ദിവസത്തെ ഒരു വിചാരം ഉണ്ടായല്ലോ എന്നിങ്ങനെ ചെറിയ കുട്ടികൾ ഇങ്ങോട്ട് പറയും നമ്മളോട്. അപ്പോൾ അത് നമുക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ആളിലേക്ക് അത് ആ സംഭവങ്ങൾ ഇതൊക്കെ അതിൽ അത്രയധികം ശ്രദ്ധയോടെ വന്നു ചേർന്നു ആ കുട്ടിയിലേക്ക് എന്നുള്ളതാണ്. അങ്ങനെ ഒരാൾക്ക് തോന്നിയാൽ തന്നെ നമ്മൾ വിജയിച്ചു. വിഷയമില്ല എന്നുവെച്ചാൽ ആ ആള് 10 ആളെ പിന്നെ പറഞ്ഞുകൊണ്ട് പോയി. അത് തന്നെയാണ് ഇതിൻ്റെ ഉദ്ദേശം. അതെന്താ, അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ സാത്വിക മനസ്ഥിതിയുള്ള, അപ്പോൾ എല്ലാവരും ഇങ്ങനെ ശുദ്ധരായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രാജ്യത്തിന് നിലനിൽപ്പുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല. ഓരോരുത്തർക്കും ഓരോരോ പ്രാരബ്ധങ്ങൾ. ഇപ്പോൾ തീവ്രവാദിയായിട്ട് ഒരാൾ പോകുന്നു, നൂർക്കൊന്നുമില്ല, അയാളുടെ ആ ഈ എന്താ പറയുക പ്രാരബ്ധങ്ങളാണ്. അങ്ങനെ ആ തീവ്രവാദിയായിട്ട് ഈ തവണ ജനിച്ച് വേണ്ടത് എത്ര ദുഷ്കർമ്മം ചെയ്യാമോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാലേ ഈ നല്ലതിലേക്ക് വരുള്ളൂ. അതോർത്ത് ഇപ്പം ഞാനും അങ്ങനെ ആവുകയാണ്. അതാ കുറച്ച് ഭേദം തോന്നുന്നു. പൈസയും കിട്ടും, തിരക്കെടുപ്പില്ല, തീവ്രവാദത്തിന് പോകാന്ന് പറഞ്ഞ് നമ്മളും കൂടെ വേറൊരാളുടെ ധർമ്മത്തിലേക്ക് പോവല്ല വേണ്ടത്. നല്ലൊരു കുലത്തിലും ഇത് ജനിക്കാൻ, അതും നല്ലൊരു രാജ്യത്ത് ജനിക്കാൻ സാധിച്ചത് തന്നെ ജന്മപുണ്യമാണ്. അപ്പോൾ അത് എങ്ങനെയാണ് വിനിയോഗിക്കേണ്ടതെന്ന് ഓരോരുത്തരും അവരോട് നിശ്ചയിക്കേണ്ടതാണ്. അപ്പോൾ ഒരു മനുഷ്യനായിട്ട് പിറന്നു കഴിഞ്ഞാൽ വേണ്ട ധർമ്മം ഇന്നതാണ്, ലക്ഷ്യം ഇന്നതാണ്. ആചാര്യസ്വാമികളെ പോലുള്ള അവരെല്ലാം നമുക്ക് അങ്ങനെ ഈ നമ്മുടെ കൂടെ നിന്ന് കാണിച്ചു തന്ന ഒന്നുകൂടിയാണ്. അപ്പോൾ ഈ ചരിത്രവും അതുപോലെ രാമായണത്തിൻ്റെ പ്രസക്തി അതാണ്. ഇപ്പം നമ്മുടെ ഈ കേരളത്തിലോ അല്ലെങ്കിൽ ഭാരതത്തിലോ വെളിയിലേക്ക് നോക്കുക, ഇതിൻ്റെ ഈ ഭഗവത്ഗീത ഇതെല്ലാം ഈ അവിടുത്തെ യൂണിവേഴ്സിറ്റി കോളേജുകളിലും ഒക്കെ ഒരു പാഠ്യവിഷയമായിട്ട് അവർ ഇങ്ങോട്ട് പറയുക, ഇത് വേണം എന്നിട്ടേ ഞങ്ങൾ ബാക്കി പഠിക്കണമെന്ന് പറഞ്ഞു. ചിലപ്പോൾ ഇന്നാളെ ഈ പേപ്പറിലും ടി വി ഇതൊക്കെ വന്ന ചെറിയ കുട്ടികൾ ഭഗവത്ഗീത 18 അധ്യായമൊന്നും യാതൊരു വിഷയമല്ല അവർക്ക് ബൈഹാർട്ടായിട്ട് വരും. നമ്മളിങ്ങനെ കേട്ടിരിക്കുക, 18 അധ്യായമായിട്ട് സ്ട്രോങ്ങായി പറഞ്ഞ പോലെ. ഇത് തന്നെയല്ല അതിനെ രാഷ്ട്രീയവൽക്കരിച്ച് ഇതൊക്കെ വേറെ ചില ആൾക്കാരുടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ഊണ് വിട്ട ആൾക്കാരുടെ ഊണ് കഴിക്കാനൊരു അതിന് വേണ്ടിയിട്ട് ഓരോന്ന് പറഞ്ഞ് അങ്ങനെയല്ല. ഇത് മനുഷ്യനെ എത്ര കണ്ട് നല്ല ഭാവനകളിലേക്ക് മാറ്റണു എന്നുള്ളത് ദൃഷ്ടാന്തമായിട്ട് കണ്ടതാണ് ഭഗവത്ഗീത. ഇതൊക്കെ ഇതിനു മുമ്പ് ഭാരതത്തിൻ്റെ ഉരുക്കു മനുഷ്യൻ എന്നൊക്കെ പറയണ അദ്ദേഹം വരെ ചില തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പാർലമെന്റിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹം പറയാറുണ്ട്, ഈ ഭഗവത്ഗീത ഒരു ദശകം ഒരു അധ്യായമെങ്കിലും വായിച്ചു നോക്കിയിട്ടാണ് ഞാൻ പോകാറ്. മനസ്സിനൊരു കരുത്ത് തരാറുണ്ട്. എന്താ വേണ്ടത് അത് തന്നെയാണുള്ളത്. അർജുനനെന്ന് പറഞ്ഞ് അവിടെ യുദ്ധഭൂമിയിൽ നിൽക്കുമ്പോൾ ഈ നിൽക്കണൊക്കെ അമ്മാവൻ്റെ മകനാട്ടോ, അമ്മാവൻ ഇവരെയൊക്കെ കൊന്നിട്ടോ എന്ന് പറഞ്ഞ അർജുനൻ ഞാൻ ഇല്ല, എനിക്കിതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് മാറാൻ തുടങ്ങിയപ്പോൾ എന്താ വെച്ചാൽ അവനവന് പറഞ്ഞേക്കുന്ന ധർമ്മം ക്ഷത്രിയൻ്റെ ധർമ്മമാണ്.
അധർമ്മമായിട്ട് ആരെങ്കിലും പ്രവർത്തിക്കണമെങ്കിൽ അത് ആരാപ്പുറത്ത് വെക്കണമെന്ന് നോക്കേണ്ട കാര്യമില്ല. ഈ ലോകത്തിന്റെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി തനിക്ക് പറഞ്ഞേക്കുന്ന കാര്യമാണ് ഇത്. ഭഗവാൻ ബോധ്യപ്പെടുത്തുവാണ്. നമുക്ക് ഓരോരുത്തർക്കും തന്നെ ഇത് ഒരു ഉപദേശം കൂടിയാണ്. അങ്ങനെ വരുന്ന ഘട്ടങ്ങളിൽ എന്താണ് വേണ്ടത് എന്ന് പകച്ചു നിൽക്കുമ്പോൾ അതിന് ഒരു മരുന്ന് ആയിട്ട് ഇതുപോലുള്ള പുരാണങ്ങൾ. അപ്പൊ ഇത് വളർന്നു വരാത്തത് അല്ലെങ്കിൽ തോന്നില്ലേ മുത്തശ്ശിമാര് രാമായണം വായിക്കാൻ അങ്ങനെ കേട്ട് വളർന്ന ആളുകൾ നമ്മളൊക്കെ കഷ്ടിച്ചാൽ കൂടെ ഇനിയിപ്പോൾ അടുത്ത കാലം കൂടെ എങ്ങനെയാണെന്ന് അറിയില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മുത്തശ്ശിമാർ ഇഷ്ടിക്കണമല്ല, സീരിയൽ കാണുമോ, സന്ധ്യയ്ക്ക് കുറ്റം പറയുമല്ല, എല്ലാം വേണം, യാതൊരു സംശയമില്ല. വിദ്യാഭ്യാസം എത്ര കണ്ട് നമ്മുടെ ഈ ജീവിതത്തിൽ നേടാമോ അത് ഏത് വിധത്തിലാണ് എല്ലാം നമ്മൾ വേണം. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ അതിന് ഏതിനെയാണ് കൂടുതൽ കൊണ്ടുപോകേണ്ടതെന്ന് അവനവൻ തന്നെ തീരുമാനിക്കണം. സാത്വികമായി ഇതാണ് അതുപോലെ സയൻസ് വളർന്നു, അത് ഒരാൾ ഇത് തിരക്കിടൊന്നുമില്ല, ബോംബുണ്ടാക്കാന്നാണ് മുതൽ ഇതിനാണ് നല്ലത് എന്ന് പറഞ്ഞാൽ അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താ അവസ്ഥ? അപ്പോൾ അത് പാടില്ല. സയൻസിനൊക്കെ എല്ലാ വിഷയങ്ങളും മനസ്സിലാക്കണം. പക്ഷേ നമുക്ക് ഒരു മനുഷ്യനായിട്ട് വിവേകബുദ്ധിയുള്ള ഒരു മനുഷ്യനായിട്ട് ജന്മം കിട്ടിക്കഴിഞ്ഞാൽ യാതൊരു സംശയവുമില്ല ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി ആയിരിക്കണം പ്രവർത്തനങ്ങളുടെ കർമ്മങ്ങൾ മുഴുവൻ. അപ്പോൾ അതിന് തോന്നണമെങ്കിൽ ഇതുപോലുള്ള സത്സംഗങ്ങൾ അതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പ്രത്യേകിച്ച് ഇപ്പോൾ പറഞ്ഞില്ലേ, ഇന്നത്തെ കാലത്ത് ഇപ്പോൾ കുറച്ച് മുമ്പ് പൂർണ്ണേഷാട്ടോട് പറഞ്ഞോളൂ നമുക്ക് പറയാൻ യാതൊരു അധികാരം ജണ്ടായി എന്ന് വെച്ചാൽ നമ്മുടെ ഇടയിലെ ആളുകൾ കുറ്റം പറയുമല്ല. ഞാനടക്കം ഇപ്പോൾ ഈ പ്രസംഗിക്കണം നമ്മൾ കേവനാണെങ്കിലേ ഇപ്പോൾ രാമകൃഷ്ണ പരമഹംസർ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ഈ കേട്ടക്കണ കഥകളാണ്. ഈ മധുരം കഴിക്കണ ശീലം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു കുട്ടിയെ കൊണ്ട് അമ്മ എന്ന് ഇവനിങ്ങനെ ഈ മധുരം കഴിക്കുക, കണ്ടമാനം കഴിക്കുക, മധുരം കഴിച്ചു കഴിഞ്ഞാൽ വിഷയം. അപ്പോൾ അങ്ങനെ ഒരു ശീലമുണ്ട്, അതൊന്ന് മാറ്റി തരണം എന്ന് പറഞ്ഞ് ഈ രാമകൃഷ്ണ പരമഹംസരുടെ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് വരും. ഈ മധുരം കഴിക്കണ്ടെന്ന് പറയാൻ ഒരാഴ്ച കഴിഞ്ഞ് വരാൻ. അത് ഇതെന്താ ഇങ്ങനെ പറഞ്ഞതെന്ന് അങ്ങനെ അമ്മ വിചാരിച്ചു. വാസ്തവത്തിൽ അദ്ദേഹം ചെയ്ത എന്താ, ഞാൻ ഒരാഴ്ച ഇദ്ദേഹത്തിന് ഈ ശീലമുണ്ട്, മധുരം കഴിക്കാണ്ട് അങ്ങനെ അനുഷ്ഠിച്ചിട്ട് അത് പറഞ്ഞു കൊടുത്തു എന്നുള്ളതാണ്. ഇത് നമുക്ക് തരുന്ന ഒരു പാഠമാണ്. നമ്മൾ അനുഷ്ഠിച്ചിട്ട് വേണം വേറൊരാൾ ഉപദേശിക്കാൻ എന്ന് പറഞ്ഞ പോലെ. ഇപ്പോൾ ഒരു വിഷയമായിട്ട് അവിടെ ഇരുന്ന് പറഞ്ഞു, ഇപ്പോൾ നമ്മുടെ ഇടയിൽ ഞാനടക്കമുള്ള ആളുകൾ തേവാരം തന്നെ കഷ്ടിയായി. ആദ്യം നമ്മളെ പറയാം, എന്നിട്ട് വേണം വേറൊരാൾ കുറ്റം പറയാം. അപ്പോൾ അതിൻ്റെ പരിണത ഫലമാണ് സമൂഹത്തിൽ കാണുന്നത്. അപ്പം ഇങ്ങനെ വരാണ്ടിരിക്കണമെങ്കിൽ ഇതുപോലുള്ള സത്സംഗങ്ങൾ, രാമായണം തുടങ്ങിയ പുരാണങ്ങൾ, മനുഷ്യജന്മം എന്തിനാണ്, അതിൽ ശ്രേഷ്ഠമായ ബ്രാഹ്മണ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞതുപോലെ പുറത്തേക്ക് ഇറങ്ങി പറയാൻ വയ്യ. അവിടെ ഇല്ല, നമ്മൾ മാത്രം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനത്തെ അവസ്ഥയായി. വാസ്തവത്തിൽ നമ്മൾ നല്ലൊരു കാരണക്കാരായിരുന്നു ഇങ്ങനെ ആക്കി തീർത്തേ. ഓരോരുത്തർക്ക് പറഞ്ഞ ധർമ്മങ്ങൾ വിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാന്തിയായിട്ട് പോയിക്കോളാം, ജോലിയൊന്നും വേണ്ട, ഇത് കുടുംബം കഴിയണേ എങ്ങനെയാ, താൻ അങ്ങനെയാണോ, അവർക്ക് എല്ലാവരും അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അതിന് മറുപടി നമ്മുടെ മുമ്പിൽ തന്നെയുണ്ട്. ഈ തമിഴ് ബ്രാഹ്മിൻസ് ഒരാളെ ഇതായിട്ട് പറയുമല്ല, അവരുടെ ഇടയിൽ പോയി പോകും. രുദ്രൻ ചമപാലി അവരവരുടെ തേവാരം കഴിയാണ്ട് അവർ പോകില്ല വേറെ ഒന്നിനും. IAS ആയിട്ട് ഞാനവിടെ ഡൽഹിയിൽ ഗുരുവായൂരപ്പൻ അമ്പലത്തിൽ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അവിടെ അതിന് തൊട്ട് ചേർന്ന് തന്നെ യമുന പാർലമെന്റ് ഏതാണ്ട് 90% മലയാളികളും അതിൽ 80% തമിഴ് ബ്രാഹ്മിൻസാണ്. അവിടെ ഉൾപ്പാടത്തൊക്കെ നമ്മൾ കയറി ചെന്ന് കഴിഞ്ഞാൽ നൂറടി ഗ്രാമത്തിലേക്കൊക്കെ പോണ പോലെ അപ്പാർട്ട്മെന്റിന്റെ മുമ്പിലൊക്കെ മെഴുകി ഭംഗിയായിട്ട് കോലമൊക്കെ വരച്ച് അകത്ത് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും കീർത്തനങ്ങളൊക്കെ ഉൾപ്പാടത്ത് ചെറിയ കോഴിയത്തിൽ അവിടെ കേൾക്കുന്ന വളരെ നല്ലൊരു അന്തരീക്ഷം. ഇപ്പോൾ ഈ ചില ഗണപതികൾക്ക് എന്തെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കേൾക്കാം. അത് നിറയെ വീടുകൾ, ആ ഫ്ലാറ്റ് മുഴുവൻ ഇങ്ങനെ വരാം. അപ്പോൾ അതിൽ ഈ IAS മിനിസ്റ്ററിയിൽ നല്ല പൊസിഷനിലിരുന്ന പ്രൈവറ്റ് സെക്രട്ടറി ഇതൊക്കെ ആയിട്ടിരുന്ന ആളുകൾ അന്നത്തെ കാലത്ത്. അപ്പോൾ അതിലൊക്കെ ഈ അമ്പലത്തിൽ രാവിലെ നിർമ്മാല്യം മുതലെന്ന് പറഞ്ഞ പോലെ അത് കഴിഞ്ഞ് അഭിഷേകം കഴിഞ്ഞ് വലനേദ്യം പരിപാലന അലങ്കാരം ഒക്കെ കഴിഞ്ഞ് ഇത് പൂജ കഴിഞ്ഞാൽ പോയി ഓഫീസിലേക്ക് പോകാറായി. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ ഭസ്മം ഒന്നും തൊട്ടേക്കണം മാറ്റണ പ്രശ്നം പോലുമില്ല. പാൻറ്റും കോട്ടും ഇപ്പോൾ നമ്മളടക്കം ഇവിടെ പോവുകയാണെങ്കിൽ അതെ ഇത് എന്ന് പറഞ്ഞ് തൂക്കണ ഈ കാലത്ത് ഇത് ഇവരെ അത്രയ്ക്ക് ബഹുമാനമാണ്. എന്നുവെച്ചാൽ അവരുടെ ആ ധർമ്മം വിട്ട് യാതൊന്നുമില്ല. ഇനി ഇതിപ്പോൾ അടുത്ത കാലത്തുണ്ടായ അനുഭവമാണ്. TN ശേഷം നമ്മുടെ നേരത്തെ ഇലക്ഷൻ കമ്മീഷണർ കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മഠത്തിൽ പാലക്കാട് ചെന്നു. അപ്പോൾ എന്തോ ആവശ്യത്തിന് അങ്ങനെ ചോദിക്കാനെന്തോ ചേട്ടാ. അപ്പോൾ രാവിലത്തെ ആ സമയം തേവാരമൊക്കെ ആയിട്ടിരിക്കുന്ന സമയമാണ്. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കരുണാകരൻ വന്നേക്കും ആയിക്കോട്ടെ അതെനിക്കാൻ പറയും. അവിടെ ഇരുന്നു ഈ കരുണാകരൻ അത് കഴിഞ്ഞ് ഈ പൂജയൊക്കെ കഴിഞ്ഞാണ് ഈ ശേഷം ഇദ്ദേഹം അവിടെ കിടന്നത്. അപ്പോൾ ഇത് വാസ്തവത്തിൽ ഇപ്പോൾ കരുണാകരനായാലും ആരായാലും ഇപ്പോൾ നമ്മൾ ഊണ് കഴിച്ചിട്ട് പറയാമല്ല, ആരായാലും 2 മിനിറ്റ് ഇരിക്കും കേട്ടോ ഊണ് കഴിഞ്ഞ് വരാം എന്ന് പറഞ്ഞാൽ അത് എന്ന് പറഞ്ഞ് അന്നം വൈ ബ്രഹ്മ എന്ന് പറഞ്ഞ ഒരു സങ്കല്പമാണ്. അതിൻ്റെ മുമ്പിൽ നിന്ന് എനിക്ക് പോവുക ഇതൊന്നും സാരമില്ല എന്ന് പറഞ്ഞാൽ അത് പാടില്ല എന്നാണ് എന്ന് പറഞ്ഞ പോലെ താൻ ചെയ്യുന്ന കർമ്മം പൂജയിലിരിക്കണ ഒരാൾ അപ്പോൾ അത് വിട്ട് വേറെ ഒന്നിലേക്ക് അങ്ങനെ പോകാൻ പാടില്ല. ഇത് തന്നെയാണ് കരുണാകരന് വരെ സമ്മതമായി എന്ന് പറഞ്ഞങ്ങനെ അടുത്ത കാലത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അവനവന് പറഞ്ഞ ധർമ്മം നമ്മൾ ഇന്ന് അനുഷ്ഠിക്കാൻ
കൂട്ടാക്കാത്തത് കൊണ്ടാണ് അത് പറയാനുള്ള ബാക്കി അറിയാലോ അങ്ങനെ വന്നത്. അപ്പോൾ അതിന് പരിഹാരം എന്ന് പറയുന്നതാണ് ഇതുപോലുള്ള സത്സംഗങ്ങൾ പുതിയ കുട്ടികളെ ഇതിലേക്ക് അവർ വെച്ചാൽ അങ്ങനെ ഒരു ജന്മം നമുക്ക് വന്നു കഴിഞ്ഞപ്പോൾ യാതൊരു സംശയവുമില്ല എല്ലാവരും ഒന്നാണെന്നല്ല, എല്ലാവരിലും ഒന്നാണ്, ഒരു ചൈതന്യം തന്നെയാണ്. അതിനെ പുറത്തേക്ക് വിവിധ ഭാവങ്ങളിൽ എടുക്കണമെന്ന് മാത്രം. ഇപ്പോൾ അവിടെ ബിസിനസ് ചെയ്യണയാളും ഈ പറഞ്ഞ പോലെ ഈശ്വര സങ്കല്പം അമ്പലത്തിൽ പോകുക അതൊക്കെ ഉണ്ട്. ഇപ്പോൾ അതുപോലെ ബ്രാഹ്മണനായിട്ട് ജനിച്ച ഒരാളാണെങ്കിൽ പറഞ്ഞ പോലെ അവനവൻ്റെ തേവാരങ്ങളും അതെന്തിനാ അത് അവനവൻ മാത്രം നേരെ ആവണം, അപ്പുറത്തെ ആളെ മുടിഞ്ഞു പോകണം അങ്ങനെ പറഞ്ഞ ഒരു തേവാരവും ഇല്ല, ഒരു മന്ത്രവും ഇല്ല. സമൂഹത്തിൻ്റെയും മറ്റുള്ളവരുടെയും നന്മ ആ കൂട്ടത്തിൽ ഞാനും നേരെ ആവണമെന്ന ഏത് മന്ത്രത്തിൻ്റെയും പ്രാർത്ഥന സങ്കല്പം ഇത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഭാവം വരണത് ബ്രാഹ്മണർക്ക് വരുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാത്വിക ഭാവങ്ങൾ, സസ്യാഹാരങ്ങൾ ഇങ്ങനെ അനുഷ്ഠിക്കണം. അതാണ് ഇപ്പോൾ ശബരിമലയ്ക്കായാലും എവിടെയായാലും 41 ദിവസത്തെ വ്രതം വേണം. വ്രതം വേണമെന്ന് പറഞ്ഞപ്പോൾ വാസ്തവത്തിൽ പഴയ കാലത്ത് നമ്മുടെ ഇടയിലും അതിൻ്റെ ആവശ്യമില്ല. എന്ന് വെച്ചാൽ അങ്ങനെ ഇരിക്കണ ആളാണ്, വ്രതത്തിൽ ഇരിക്കണ ആളാണ്. അപ്പോൾ ആൾക്ക് പോവാം. അപ്പോൾ ചിലർ ചോദിക്കാറില്ലേ എന്താ തിരുമേനിക്ക് മാല ഇടുകയൊന്നും വേണ്ടേ, പോയാൽ മതിയോ? പഴയ കാലത്താണ് ഈ ധൈര്യമായിട്ട് നമുക്ക് പറയാം, അങ്ങനെ ഇരിക്കുന്ന ആളാണ്. ഇന്ന് പുറത്ത് പറയാൻ വയ്യ. അപ്പം അത് ഈ വ്രതങ്ങളെല്ലാം ആ മനുഷ്യനെ സാത്വിക ഭാവത്തിലേക്ക് മാറ്റണു. ഒരു വരുന്ന ദിവസത്തെ ഇത് പറയും പറഞ്ഞ പോലെ കുളിച്ചൊന്ന് അമ്പലത്തിലേക്ക് ഒന്ന് തൊഴുത് അങ്ങനെ വരിക രാവിലെ, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യുക. അപ്പം ആ കർമ്മങ്ങൾ തന്നെ ആ ആളെ ഓട്ടോമാറ്റിക്കായിട്ട് മാറ്റുവാണ്, സാത്വിക ഭാവത്തിലേക്ക് മാറ്റുന്നു. അതിൻ്റെ തെളിവാണ് ശബരിമലയിൽ 41 ദിവസം വ്രതമൊക്കെ എടുത്ത് പോയ ഒരാൾ യാതൊരു സംശയവുമില്ല അതിൻ്റെ അകപ്പം ഈ മത്സ്യം കഴിക്കാണ്ടിരിക്കുക എത്ര സുഖം 14 ദിവസമായിട്ട് വളരെ ഒരു മനസ്സിനും എല്ലാം വളരെ സന്തോഷം എന്ന് പറഞ്ഞതുപോലെ. അപ്പോൾ അനുഭവത്തിൽ വരുവാണ്, അനുഭവമാണ് ഏറ്റവും വലിയ ഗുരു. അപ്പം ഇങ്ങനെ ഇത് ശീലം വരണമെങ്കിൽ നമ്മൾ ധർമ്മം അനുഷ്ഠിച്ച് കാണിച്ചു കൊടുക്കണം ചെറിയ കുട്ടികൾക്ക്, പുതിയ ആളുകൾക്ക്. അപ്പം അതിന് ഏറ്റവും പറ്റിയ ഒരു മരുന്ന് തന്നെയാണ് അത്. വിശേഷിച്ച് ഇതുപോലുള്ള നമ്മുടെ ഈ സഭ, യോഗക്ഷേമം, തറവാട് ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഔട്ട് ഹൗസ് അല്ലെങ്കിൽ ഒരാളുടെ പാർട്ടിഷൻ ചെയ്ത് മൂത്ത മകൻ അല്ലെങ്കിൽ ചെറിയ മകൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇല്ലങ്ങളാണ് ബാക്കിയുള്ളത്. ശരിക്ക് ഇതിൻ്റെ ആസ്ഥാന മന്ദിരം എന്ന് പറയുന്നത് തറവാടായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ ബാക്കിയൊക്കെ അതിൻ്റെ ഉപഗ്രഹങ്ങളാണ്. അപ്പോൾ അവിടെ അതിലെല്ലാം വെച്ച് ഇതുപോലെ കൂടി ഇതുപോലുള്ള സത്സംഗങ്ങൾ, നമ്മുടെ ഇടയിലെ വിഷയങ്ങൾ ഇതെല്ലാം ചർച്ച വരണം. എന്നാൽ മാത്രമേ സംഘടനയ്ക്ക് അതിൻ്റെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കുള്ളൂ. ഇന്നിപ്പോൾ ഈ പ്രസംഗിക്കണ ഇയാളും പെട്ടത് ശ്രമിച്ചില്ല, ഞാനും പെട്ടത് തന്നെയാണ്. എല്ലാ അംഗങ്ങളും ഒരുപോലെ ശ്രമിക്കുക. അത് ഇവിടെ തന്നെ ഈ പറഞ്ഞ പോലെ രാമായണത്തിൻ്റെ ഇതിപ്പോൾ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ തുടർന്നു തന്നെയാണ് ഭക്തമാസത്തിൽ. വളരെ ശ്രേഷ്ഠമായ ഒരു കാര്യം. ഇതിൻ്റെ സംഘാടകരെയാണ് ആദ്യം നമ്മൾ നമസ്കരിക്കേണ്ടത്. വാസ്തവത്തിൽ എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു അഭിപ്രായം അവർക്ക് തോന്നി ഇത് സംഘടിപ്പിക്കണ്ടല്ലോ. അതിൽ എത്ര ആൾ കൂടി എന്നുള്ളതല്ല, അതിൻ്റെ ഇതിപ്പോൾ പറഞ്ഞില്ലേ പൂരപ്പറമ്പ് പോലെ ആൾക്കാരുടെ ബാഹുല്യം കാണിക്കാനുള്ള ഒരു വേദിയൊന്നുമല്ല. ഒരാളെ വന്നുള്ളെങ്കിലും ആ ആള് ഇതിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ആ കുടുംബത്തിലെ ഇനി പറഞ്ഞ തലമുറ ഇങ്ങനെ ഒരു ഭാവത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ വിജയമായി. അപ്പോൾ അതിന് ഏറ്റവും ഉതകുന്ന ഒന്നാണ് ഇതുപോലെ ഇല്ലങ്ങളിൽ ഇതുപോലുള്ള സമീക്ഷ അല്ലെങ്കിൽ ഇതുപോലെ സംഘടിപ്പിച്ച് നമുക്ക് ഈ പറഞ്ഞ ധർമ്മവും ഇതെല്ലാം കൊണ്ടുപോകുന്നതിന് ഇത് വളരെയധികം ഉപകരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അത് പ്രസംഗിക്കേണ്ട കാര്യം അനുഭവത്തിൽ വരുവാണത്. അപ്പോൾ അതിന് എല്ലാവിധ അനുഗ്രഹങ്ങളും തൃപ്പൂരത്തപ്പനും അതുപോലെ വാർമേക്കാവിലമ്മയും സകല ദേവതകളും അനുഗ്രഹിക്കട്ടെ. വിശേഷിച്ച് നമ്മുടെ ഗുരുപരമ്പരകൾ ആചാര്യസ്വാമികൾ തുടങ്ങിയുള്ള ആചാര്യ മഹാന്മാർ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതോടൊപ്പം ഇവിടെ ഉണ്ണിയേട്ടൻ പറഞ്ഞു വിളിച്ചു കിട്ടിയ അത് പറഞ്ഞില്ലേ, അതിൽ യാതൊരു പരാതിയില്ല. കാരണം അറിഞ്ഞു വരേണ്ട ആളാണ്. തീർച്ചയായും ഒരു ഇല്ലത്തെ ഒരു കാര്യം. ഇതിപ്പോൾ ഒരാളുടെ പറഞ്ഞ ആളാണ്, എന്നോട് പറഞ്ഞൊന്നുമില്ല, ഞാൻ പോവാ, അങ്ങനെ ഒന്നുമില്ല. ഏട്ടൻ്റെ ആയാലും അനിയൻ്റെ ആയാലും കുട്ടിയുടെ ആയാലും പറഞ്ഞ ആളാണെങ്കിൽ അത് നമ്മൾ വേണ്ട രീതിയിലാക്കണം, അതിന് ബാധ്യസ്ഥനാണ് എന്ന് പറഞ്ഞതുപോലെ ഈ യോഗക്ഷേമ നിലപാടിലെ ഒരംഗം തന്നെയാണ് നമ്മൾ. അത് ക്ഷണിക്കേണ്ട കാര്യമൊന്നുമില്ല. തീർച്ചയായിട്ടും സമയം പോലെ ഇതുപോലുള്ള സത്സംഗങ്ങളിലും ഇതിലും വേണ്ട പോലെ പങ്കെടുത്ത് പറ്റുന്നതുപോലെ ചെയ്യാമെന്നും കൂടെ ഈ അവസരത്തിൽ പറയുക.